ഡൽഹി വായുമലിനീകരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. ജനങ്ങൾക്ക് പുറത്തു നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കഴിഞ്ഞ ദിവസം താൻ 55 മിനിറ്റ് നടന്നു. തനിക്ക് ഗുരുതരമായ അസ്വസ്ഥത ഉണ്ടായെന്നും ചീഫ് ജസ്റ്റിസ് ആശങ്കപ്പെട്ടു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വായു ഗുണനിലവാര സൂചിക വളരെ താഴ്ന്നു നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് വിഷയത്തിൽ ജസ്റ്റിസ് പറയുന്നത്? ധന്യ, ബീഹാർ SIRന്റെ വാദം കേൾക്കുന്ന വേളയിലാണ് ഡൽഹി വായു മലിനീകരണത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് പ്രധാനമായും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ത്രിവേദിയാണ് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പുറത്ത് നടക്കാൻ പോയതിന് പിന്നാലെ തന്റെ ആരോഗ്യസ്ഥിതി മോശമായെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകം കോടതിയിൽ വ്യക്തമാക്കുകയും പിന്നീട് തനിക്കും സമാനമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായതായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. പുറത്ത് നടക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം താൻ ഏകദേശം ഒരു 55 മിനിറ്റോളം പ്രഭാത സഫാരിക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് തനിക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായെന്നതാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ വായു മലിനീകരണ നില ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ്. പല മേഖലകളിലും 400-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ ജനജീവിതം മുന്നോട്ട് പോകുന്നു. കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡൽഹിയിലെ ജനങ്ങൾ നേരിട്ട് വരുന്നത്. എന്തായാലും സുപ്രീം കോടതിയിലും ഈ വിഷയം ഒരു പരാമർശമായിരിക്കുകയാണ്. പക്ഷേ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഈ വായുമലിനീകരണം തടയുവാൻ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. സ്വീകരിച്ച നടപടികളെല്ലാം അപ്പാടെ പരാജയപ്പെടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം സംഭവിച്ചത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ള ഒരു കേസാണ്. ധന്യവാദം.